പോകുന്നത്. എറണാകുളത്ത് അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, സുപ്രഭാതം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം വളരെയധികം മോശപ്പെട്ട ഒരു കാലാവസ്ഥയാണ് എറണാകുളം കൊച്ചിക്കാരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബ്രഹ്മപുരം തീപിടുത്തം അത് കഴിഞ്ഞ 2 ദിവസമായിട്ടിപ്പോൾ ജില്ലയെ ആകപ്പാടെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം തന്നെ ആ ഒരു റിപ്പോർട്ടിലേക്ക് പോവാം. അതിനുശേഷം മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് എന്നുള്ള കാര്യങ്ങളിലേക്കും പോവാം. അജി, കൊച്ചിക്കാർക്ക് അത്ര നല്ല സുപ്രഭാതമല്ല എന്ന് പറയുന്ന ഇത് പുകപ്രഭാതം എന്ന് വേണമെങ്കിൽ പറയാം. വിഷപ്പുകയാണ്. കാരണം അത്രത്തോളം ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ട്, അത് ഈ വെള്ള പോയിന്റുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് വെള്ള പോയിന്റുകളല്ല, ഈ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ചാരമാണ് നമ്മുടെ ഈ ശരീരത്തെല്ലാം കാണുന്നത്. അപ്പോൾ ഈ ചാരമൊക്കെ സഹിച്ചുകൊണ്ട് ഭദ്ര കുറേ നേരം ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. ഞാനും നമ്മുടെ ക്യാമറ വുമൺ അക്ഷയൊക്കെ കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. ഭദ്ര ഇപ്പോൾ വിളിക്കും എന്നൊക്കെ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നിർണായക വാർത്തകൾ ശരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളിലേക്ക് വരാൻ താമസിച്ചു എന്നാണ് കരുതുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഭദ്ര അനുഭവിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിക്കാർ ഈ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത്, നമ്മുടെ ഓഫീസിലുള്ള ഒരു സഹപ്രവർത്തകൻ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. അതായത് ഗ്രാഫിക്സിലെ അഖിൽ പറയുകയാണ്, നല്ല ഫോഗുണ്ട് പക്ഷേ തണുപ്പൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതായത് അത് തന്നെയാണ് കൊച്ചിക്കാരും വിചാരിച്ചുകൊണ്ടിരുന്നത്. നല്ല മൂടൽമഞ്ഞുണ്ട് പക്ഷെ തണുപ്പൊന്നും കിട്ടുന്നില്ല. കൊച്ചിക്കാർ ഉണരുമ്പോൾ അവരുടെ പ്രഭാതങ്ങളിലേക്ക് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ വലിയ രീതിയിലുള്ള മഞ്ഞാണ്. പക്ഷെ ആ മഞ്ഞിന് കാഴ്ചയ്ക്കുള്ള ആ ഒരു സൗന്ദര്യം മാത്രമേ ഉള്ളൂ. അത് അനുഭവിക്കുമ്പോൾ അത് വിഷപ്പുകയാണ് അനുഭവപ്പെടുന്നത്. രാവിലെ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ രാവിലെ 9:00 മേയർ അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. കൊച്ചി മേയർ സന്ദർശനം നടത്തി ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ഇന്നലെ ഗുരുതരമായ റിപ്പോർട്ടുകളാണ് കൊച്ചി കോർപ്പറേഷനെതിരെ കളക്ടർ അടക്കം ഉന്നയിച്ചത്. കാരണം ഈ പുക 72 മണിക്കൂറായിട്ട് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പുകയാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല അവിടെ വലിയ രീതിയിലുള്ള 72 മണിക്കൂർ പുക അനുഭവപ്പെടുന്നു. മാത്രമല്ല വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ അഗ്നിശമന സേനയൊക്കെ ഈ തീയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അവർ ഈ തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ തുടരുകയാണ്. ഇന്നലെ പറഞ്ഞത് ഈ അഗ്നിശമന സേനയ്ക്ക് ഒരു സ്ഥിരം യൂണിറ്റ് ഇവിടെ വേണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അത് ഇല്ല, അഗ്നിശമന സേനയ്ക്ക് വെള്ളമില്ല. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ കമലേഷിനോട് പറയുമായിരുന്നു, കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരിയുടെ അവസാനവും മാർച്ചിൻ്റെ തുടക്കവും അത്ര നല്ല ദിവസങ്ങളായിരുന്നില്ല. അതായത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം തമ്മനത്ത് കൊച്ചിയിൽ നിന്ന് ആലുവയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിക്കുന്ന വലിയൊരു കുടിവെള്ള പൈപ്പ് പൊട്ടി ജലവിതരണം മുടങ്ങുന്നു. പശ്ചിമ കൊച്ചിയിലടക്കം ജലവിതരണമില്ല, കുടിവെള്ളമില്ല, ചൂട് സഹിക്കാൻ കഴിയാത്ത ചൂടാണ് കൊച്ചി അനുഭവപ്പെടുന്നത്. ഇപ്പോഴിതാ ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അഗാധമായ തീപിടുത്തവും ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണ് തീപിടുത്ത വാർത്തകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്,